നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഈസ് ബാരിഷ്മേം എന്ന കവിതയാണ്. 8ാം ക്ലാസ് ഹിന്ദിയിലെ ഒരു കവിതയാണ് ഈസ് ബാരിഷ്മേം. നരേഷ് സക്സേനയാണ് ഇത് എഴുതിയത്. മഴയുടെ ലഭ്യതയ്ക്കനുസരിച്ച് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കർഷകരാണ്. അവർ പ്രതീക്ഷയോടുകൂടി മഴയെ കാത്തിരിക്കുകയാണ്. മഴയില്ലാതായതോടുകൂടി തൻ്റെ പാടവും കൃഷിസ്ഥലവും എല്ലാം നഷ്ടമായി എന്ന് പറഞ്ഞ് വിലപിക്കുന്നതാണ് ഈ കവിത. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് കടക്കാം. ഓരോ വരിയായിട്ട് നമുക്ക് അർത്ഥം എന്താണെന്ന് നോക്കാം. ജിസ്കെ പാസ് ചലി ഗയി മേരി ജമീൻ, എൻ്റെ നിലം എങ്ങോട്ടേക്ക് പോയി. എൻ്റെ ജമീൻ എന്ന് പറഞ്ഞ സ്ഥലം, എൻ്റെ സ്ഥലം എങ്ങോട്ടേക്ക് പോയി. സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കർഷകരുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ വയലാണ് അല്ലേ. ഉസിക്കെ പാസ് അബ് മേരി ബാരിഷ് ഫി ചലി ഗയി, അങ്ങോട്ടേക്ക് തന്നെ എൻ്റെ മഴയും ഇപ്പോൾ പോയിരിക്കുന്നു. ബാരിഷ് മഴയാണ്. അബ് ജോ ഖിർത്തി ഹെ കാലി ഖഡായേ, ഖിർത്തി ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലയം ചെയ്യുക എന്നർത്ഥം. ഖഡായ എന്ന് പറഞ്ഞാൽ ക്ലൗഡാണ്. ഉസി കേലിയെ ഖിർത്തി ഹെ, ഖിർത്തി എന്ന് പറഞ്ഞാൽ വളയുക, അതായത് വലയം ചെയ്യപ്പെടുന്ന കാർമേഘങ്ങൾ അതിനുവേണ്ടി വളയുന്നു. കൂക്തി ഹെ കോയലോം ഉസി കേലിയെ, കുയിലുകൾ കൂകുന്നത് അതിനു വേണ്ടിയാണ്. ഉസി കേലിയെ ഉട്ടി ഹെ, അതിനായി ഉയരുകയാണ്. ധർത്തി കെ സീനെ കെ സൗന്ധി സുഗന്ധ്, ഭൂമിയുടെ സീനി എന്ന് പറഞ്ഞാൽ ചെസ്റ്റ്, അതായത് മീൻസ് മാറിൽ നിന്നും സൗന്ധി നനഞ്ഞ മണ്ണിൻ്റെ മണം. അപ്പോൾ ഈ മഴയിൽ എന്താണ് ഭൂമിക്ക് വേണ്ടിയിട്ട് കൃഷിക്കാരൻ്റെ ഒരു വിലാപമാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ അബ് നഹീം മേരെ ലിയെ ഹൽ നഹീം ബൈൽ നഹീം ഖേത്തോം കി ഗൈൽ നഹീം ഏക് ഹരി ബൂന്ത് നഹീം. അബ് നഹീം മേരെ ലിയെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. എന്തൊക്കെയാണ്? ഹൽ നഹീം, ഖൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കലപ്പയാണ്. കാളയും കലപ്പയൊക്കെ കണ്ടുണ്ടോ? പണ്ട് കാലത്ത് നിലമുഴുവാൻ വേണ്ടി, ഇപ്പോൾ ട്രാക്ടറാണ്, പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ് ഹൽ. ഹൽ എന്ന് പറഞ്ഞാൽ കലപ്പയാണ്. കലപ്പ എൻ്റെ കയ്യിലില്ല. ബൈൽ നഹി, കാളകൾ എൻ്റെ കയ്യിലില്ല. ഖേത്തോങ്കി ഗെയിൽ നഹി, ഗെയിൽ എന്ന് പറഞ്ഞാൽ വരമ്പുകളാണ്. വയലുകളിലെ വരമ്പുകൾ ഇപ്പോൾ ഇല്ല. ഏക് ഹരി ബൂന്ത് നഹി, ഒരു തണുത്ത തുള്ളി പോലും ഇപ്പോൾ ഇല്ല. തോത്തേ നഹി, തത്തകളില്ല. താൽ നഹി, കുളങ്ങളില്ല. നദി നഹി, നദികളില്ല. ആർദ്ര നക്ഷത്ര നഹി, ആർദ്ര നക്ഷത്രം എന്ന് പറഞ്ഞാൽ നക്ഷത്രം, തിരുവാതിര നക്ഷത്രം എന്ന് പറയും. ആ തിരുവാതിര നക്ഷത്രങ്ങളില്ല. ഖജരി മല്ലാർ നഹി മേരെ ലിയെ, ഒരു ഖജരി മല്ലാർ എന്ന് പറഞ്ഞാൽ ഒരുതരം ഒരു രാഗമാണ്. ആ രാഗം ഒരു താളം, നമ്മുടെ പാട്ടിൻ്റെ സംഗീതത്തിൻ്റെ ഒരു രാഗമാണ്. ആ രാഗങ്ങൾ എന്നോടൊപ്പം ഇല്ല. അപ്പോൾ ഈ പറഞ്ഞതൊന്നും എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്ഥലമില്ലാതായപ്പോൾ എൻ്റെ കയ്യിൽ മഴയില്ല. മഴയോടൊപ്പം എൻ്റെ സ്ഥലം പോയി, അല്ലെങ്കിൽ സ്ഥലത്തോടൊപ്പം എൻ്റെ മഴ പോയി എന്നും പറയാം. അത് മഴ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും, അല്ലെങ്കിൽ സ്ഥലം പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൂടെ ഒന്നുമില്ല, എനിക്ക് കൃഷിപ്പണിയില്ല, ഒന്നുമില്ല, എൻ്റെ കൂടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് കർഷകൻ വിലപിക്കുകയാണ്. ജിസ്കി നഹീം കോയി ജമീൻ, എനിക്ക് എന്തില്ല, നിലമില്ലാത്തവർക്ക്. ജിസ്കി നഹീം കോയി ജമീൻ, ജമീൻ എന്ന് പറഞ്ഞാൽ വയൽ, മീൻസ് സ്ഥലമില്ലാത്തവർക്ക്. ഉസ്കാ നഹീം കോയി അസ്മാൻ, ആകാശവുമില്ല. സ്ഥലമില്ലാത്തവർക്ക് ആകാശവുമില്ല എന്നാണ് പറഞ്ഞത്. അഗ്ലി ഫസൽ ഹോത്തെ ഹി സബ് ചുക്ത കർ ദൂങ്ക, അബ് തോ മേരി ചൂട്ടി ഏ ഗുസാരിഷ് ഫി ചലി ഗയി. അടുത്ത വിളവെടുപ്പിൽ എൻ്റെ കടങ്ങളെല്ലാം തീർക്കാം എന്നുള്ള എൻ്റെ ആ അസത്യമായിട്ടുള്ള അപേക്ഷകൾ, ഗുസാരിഷ് എന്ന് പറഞ്ഞാൽ അപേക്ഷ അല്ലെങ്കിൽ അപ്പീലാണ്. അസലി ഫസൽ മനസ്സിലായില്ലല്ലോ. അസലി ഫസൽ എന്ന് പറഞ്ഞാൽ വിളവ്. അടുത്ത വിളവിന് സബ് ചുക്ത, എൻ്റെ കടങ്ങളെല്ലാം കർദൂങ്ക വീട്ടാം. അബ് തോ മേരി ചൂട്ടി, അങ്ങനെയുള്ള എൻ്റെ മാപ്പപേക്ഷകളും ചലീഗി പോയി. ഉസിക്കെ പാസ് അബ് മേരി ബാരിഷ് ഫി ചലീഗി, അതിനോടൊപ്പം എൻ്റെ മഴയും പോയി. ഓക്കെ, ഒരു കർഷകൻ്റെ വിലാപം ആണ് നമ്മളിതിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മസംഘർഷമാണ് ഇതിൽ പറയുന്നത്. കർഷകൻ്റെ നിലം തട്ടിയെടുത്ത കഥയാണ് പറഞ്ഞത്. തൻ്റെ നിലവും പോയി, മഴയും പോയി. അതായത് മഴ പെയ്തിട്ടില്ല, നിലം പോയതിന് ശേഷം മഴ പെയ്തിട്ടില്ല, കൃഷിപ്പണിയെല്ലാം നാശമായി. അദ്ദേഹത്തിന് പ്രിയപ്പെട്ട കാളകളും കലപ്പകളും തത്തകളും കുളങ്ങളും നദികളും ആതിര നക്ഷത്രവും കജരി മൽഹാറും ഇതെല്ലാം പോയി. ഭൂമിയില്ലാത്ത കർഷകന് ആകാശവുമില്ലല്ലോ എന്നാണ് പറയുന്നത്. കൃഷിക്കായി എടുത്ത കടമൊക്കെ അടുത്ത വിളവിന് വീട്ടാം എന്നുള്ള ആഗ്രഹം ഇപ്പോൾ ഇല്ലാതെയായിരിക്കുന്നു. അതും ആ മഴയോടൊപ്പം പോയി എന്നാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ. അതാണ് അതിൻ്റെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ആശയം.